മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഞങ്ങളുടെ ദൈവമായ ഈശോയേ. ദരിദ്രരുടെ പിതാവായ ഈശോയേ. വിശ്വാസികളുടെ നിധിയായ ഈശോയേ. നല്ല ഇടയനായ ഈശോയേ. എന്റെ യോദ്ധാവായ ഈശോയേ. ഞാൻ ഇടം വലം തിരിയുമ്പോൾ ഇതാണ് വഴിയെന്നോട് അരുളി ചെയ്യുന്ന എൻ്റെ നാഥനായ ഈശോയേ. നിത്യജ്ഞാനമായ ഈശോയേ. സത്യപ്രകാശമായ ഈശോയേ. അനന്ത നന്മയായ ഈശോയേ. ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ ഈശോയേ. ആകാശത്തിനു കീഴെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായ ഈശോയേ. തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകുന്നവനായ ഈശോയേ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന
ഈ ആരാധന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും ഈശോയുടെ തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ പ്രത്യേകമായി ആഘോഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ ആഴപ്പെടുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ശുശ്രൂഷ. നമ്മൾ ഈശോയുടെ തിരുമുഖം കണ്ട്, തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈശോയുടെ തിരുമുഖം കണ്ട് അത് വിശ്വാസത്തിൽ ധ്യാനിച്ച്, അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിച്ച്, അവിടുത്തെ തിരുവചനം ധ്യാനിച്ച്, അവിടുത്തെ തിരുമാറിൽ വിശ്രമിക്കുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഈ സമയം. നമ്മൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തെ ആഘോഷിക്കുകയാണ്. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ്. എപ്രകാരം ഈശോയുടെ സ്വന്തമായി തീരാം എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എപ്രകാരം ഈശോയെ എനിക്ക് സ്വന്തമാക്കാം എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ശുശ്രൂഷ ഒരു ഹൃദയ കൈമാറ്റത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മൾ ഈശോയിൽ നിന്ന് കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചെടുത്ത് നമ്മുടെ വഴിയെ പോകുന്ന ഒരു ചിന്തയല്ല നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എപ്രകാരം എനിക്ക് എൻ്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ്. എപ്രകാരം എനിക്ക് എൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുന്നത്. ഈശോ നമുക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് നന്ദിയോടുകൂടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ധ്യാനവും പ്രാർത്ഥനയും പൂർണ്ണമാകുന്നത് എനിക്ക് എപ്രകാരം എന്നെ തന്നെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും, എൻ്റെ കണ്ണുകളെ എപ്രകാരം ഈശോയുടെ കണ്ണുകളാക്കി മാറ്റാൻ പറ്റും, എപ്രകാരം എൻ്റെ കരങ്ങളെ എനിക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റും, എപ്രകാരം എൻ്റെ കാതുകളെ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റും, എൻ്റെ ഹൃദയത്തെ എപ്രകാരം എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റും, എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ബുദ്ധിശക്തിയെ, എൻ്റെ കഴിവുകളെ ഒക്കെ എങ്ങനെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോ ജീവിക്കുന്ന ഒരു മനുഷ്യനായി എപ്രകാരം എനിക്ക് ഈ ഭൂമിയിൽ മാറാൻ കഴിയും. അപ്പോൾ ഈശോയുടേതല്ലാത്ത പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കുറയണം. അതാണ് ഞാൻ കുറയണമെന്ന് പറയുന്നത്. എൻ്റെ സ്വാർത്ഥതയുടെ ആഗ്രഹങ്ങൾ, എൻ്റെ അഹങ്കാരത്തിൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ അസൂയയുടെ പദ്ധതികൾ, എൻ്റെ സ്വാർത്ഥതയുടെ ചിന്തകൾ, എൻ്റെ വിവേകമില്ലാത്ത സംഭാഷണങ്ങൾ, സ്വർഗീയമല്ലാത്ത ആഗ്രഹങ്ങൾ, ഇതെല്ലാം കുറഞ്ഞു വരികയും ഈശോയുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഈശോയുടേതായിട്ടുള്ള പദ്ധതികൾ എന്നിൽ വർദ്ധിച്ചു വരികയും ചെയ്യണം. അവസാനം ഞാൻ കുറഞ്ഞ് ഇല്ലാതെയായി ഈശോ വളർന്ന് പൂർണ്ണമായി എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ സാഹചര്യത്തെയാണ് നമ്മൾ പറയുന്നത് ഈശോയിൽ ലയിച്ച് ചേർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്, ആത്മീയതയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. ഈശോയിൽ ലയിച്ച് ചേർന്ന് ഇനി ഞാനില്ല, ഈശോ മാത്രമുള്ളൂ പറയാൻ പറ്റുന്ന ആ ഈശോയുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുടെ തോത് എന്ന് എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപിലുള്ളതിലേക്ക് നമ്മൾ അതിവേഗം ഓടുകയാണ്. അപ്പോൾ ഈ ഒരു തിരുമുഖ ധ്യാനത്തിൽ നമ്മൾ പറഞ്ഞു ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുക എന്നതാണ് തിരുമുഖ ഭക്തി. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മനുഷ്യത്വവും ആത്മാവും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഫാദർ മാർക്ക് ഡാനിയൽ കിർബിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പദ്ധതികളോടും ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും ചേർത്ത് വയ്ക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നൊരു വിഷയം യേശുവിൻ്റെ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഒരു പദ്ധതിയാണ് മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറയുന്ന പദ്ധതി. എ പ്ലാൻ ടു സേവ് ഹ്യൂമാനിറ്റി ഫ്രം സിൻ. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈശോയുടെ പദ്ധതി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോയുടെ ജനനത്തിൻ്റെ
ലക്ഷ്യമെന്ന് പറയുന്നത് ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. രക്ഷകനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രോമിസ് തന്നെ അവൻ പിശാചിൻ്റെ തല തകർക്കും, പാപത്തിൻ്റെ തല തകർക്കും എന്നാണ്. അപ്പോൾ ഈശോയുടെ പദ്ധതികളിൽ ഒന്നാമത്തെ പദ്ധതി മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, യോഹന്നാൻ 3:16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ഈശോയുടെ മനുഷ്യാവതാരം നമ്മളാരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ സഖ്യവൂസിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ്, ലൂക്ക 19:10, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോ എന്തിനാ വന്നത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ലേവിയെ വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, മത്തായിയെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വചനഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 9-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. ഈശോ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഈശോ എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തതെന്ന്. അത് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ പൗലോസ് പറയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. ഈശോ തൻ്റെ മരണത്തെ നമുക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കാരണം ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയാണ് ഈശോയുടെ ഈ പദ്ധതിയെ നമ്മുടെ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടത്? അപ്പോഴാണ് ആ സർക്കിൾ പൂർത്തിയാകുന്നത്. ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളായി ഏറ്റെടുക്കണം എന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. അപ്പോഴാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. പൗലോസും പത്രോസും ഒക്കെ ചെയ്തത് തങ്ങളുടെ പദ്ധതികൾ മാറ്റിവെച്ചിട്ട് മനുഷ്യകുലത്തെ രക്ഷിക്കുക എന്ന ഈശോയുടെ പദ്ധതി തങ്ങളുടെ പദ്ധതികളാക്കി അവർ മാറ്റി എന്നുള്ളതാണ്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. 1 തിമോത്തി 1:12 മുതൽ പൗലോസ് പറയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാത്ത അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ഒരു കാര്യം അനുഭവിച്ചു, ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഈശോ മരിച്ചത് എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ആ കൃപ ആസ്വദിച്ച ഞാൻ ഇനി എന്തു ചെയ്യണം? ആ കൃപയുടെ സാക്ഷിയായി ജീവിക്കുകയും ഈശോയുടെ ആ എല്ലാവരെയും രക്ഷിക്കുക എന്ന് പറയുന്ന പദ്ധതി എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം എന്ന ഒരു വാശിയോടുകൂടെ ആവേശത്തോടുകൂടെ ജീവിച്ചു എന്നതാണ്. ഇനി നമുക്കും ഈ ഒരു പദ്ധതിയാണുള്ളത്. മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് പദ്ധതി ഉണ്ടാകണം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന് പദ്ധതി ഉണ്ടായിരുന്നു, വിശുദ്ധ കൊച്ചു തെരേസയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു, എല്ലാ വിശുദ്ധർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പദ്ധതി ഉണ്ടായിരുന്നു. നമുക്കും
മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരാൻ ആഗ്രഹവും പദ്ധതിയും ഉണ്ടാകണം. എഴുന്നേറ്റ് നിൽക്കാം. ഹൃദയത്തിൽ ഈ ഒരു മിഷൻ ഫയർ എന്നാണ് അതിനെ പറയുന്നത്. എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈശോയെ അറിയണം. ഈശോയെ സ്നേഹിച്ചിട്ടില്ലാത്തവർ ഈശോയെ സ്നേഹിക്കണം. ഈശോയെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ കാണണം. അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ഈശോയെ ആരാധിക്കുന്ന ഈ സമയം. ഈശോയെ ഞങ്ങളെ പ്രേക്ഷിതരാക്കി തീർക്കണമേ. ഈശോയെ ഞങ്ങളെ നിത്യജീവൻ അവകാശികളാക്കി മാറ്റണമേ. ഈശോ, ഈ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള കൃപ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകുന്നൊരു സമയം, അഭിഷേകം ഒഴുകുന്നൊരു സമയം, ശക്തി ഒഴുകുന്ന സമയം. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, വിടുതൽ നേടുന്നു, അന്ധകാരം നീങ്ങുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കട്ടെ, പൂർണ്ണാത്മാവോടെ വിളിക്കാം, പൂർണ്ണ മനസ്സോടെ വിളിക്കാം. കരമടിച്ച് ഇരുവശങ്ങളിലേക്കുമൊക്കെ കരമടിച്ച് വലിയ സ്നേഹത്തോടെ, ആനന്ദത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ആരാധനയേകിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ദുരിതങ്ങൾ നീക്കിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ദുരിതങ്ങൾ നീക്കിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി ദുരിതങ്ങൾ നീക്കിടാം. യേശുനാമം വാഴ്ത്തിപ്പാടി ദുരിതങ്ങൾ നീക്കിടാം. കരമടിച്ചോ. യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി സാക്ഷികളായി തീർന്നിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി സാക്ഷികളായി തീർന്നിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി സാക്ഷികളായി തീർന്നിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി സാക്ഷികളായി തീർന്നിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി പാപമുക്തി നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി പാപമുക്തി നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി പാപമുക്തി നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി പാപമുക്തി നേടിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി രോഗസൗഖ്യം നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി രോഗസൗഖ്യം നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി രോഗസൗഖ്യം നേടിടാം, യേശുനാമം വാഴ്ത്തിപ്പാടി രോഗസൗഖ്യം നേടിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം,
യേശുനാമം വാഴ്ത്തിടാം യേശുനാമം പാടിടാം യേശുനാമം വാഴ്ത്തിടാം യേശുനാമം പാടിടാം യേശുനാമം വാഴ്ത്തിടാം യേശുനാമം വാഴ്ത്തിപ്പാടി നിത്യജീവൻ നേടിടാം 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, അനേകം മക്കൾ അത്ഭുതകരമായി സൗഖ്യം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ചങ്ങലകൾ അഴിഞ്ഞു വീഴും, പിശാചി പീഡകൾ വിട്ടുപോകുന്നു, അന്ധകാര ശക്തികൾ നിർവീര്യമാകും. Hallelujah. Command every evil power to go away from the children of God in the name of Jesus. Hallelujah, hallelujah. പോലീസ് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ദൈവമക്കളുടെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ രൂപികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ലോകത്തിന്റെ രൂപികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, തുടർച്ചയായിട്ടുള്ള രോഗപീഠകളിലേക്ക് തള്ളിയിടുന്ന ദുർഭൂതങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ജഡികാഭിലാഷങ്ങളിലേക്ക് നയിക്കുന്ന പൈശാചിക രൂപികളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭൗതികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയം കുത്തി നിറയ്ക്കുന്ന പൈശാചിക രൂപികളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഈ ലോകത്തിന് അനുരൂപരായി ചിന്തിക്കാനും സംസാരിക്കാനും പ്രേരിപ്പിക്കുന്ന ദുഷ്ടാരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ഏറ്റെടുക്കാൻ കൃപ നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാവരുടെയും രക്ഷ എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ എൻ്റെ ജീവിതത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. കരങ്ങൾ കൂപ്പി ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ജീവിതത്തിനൊരു പുതിയ ബോധ്യം, പുതിയ ലക്ഷ്യം നൽകുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളാക്കി മാറുകയാണ്. ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയമായി മാറുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെയാണ് ഈശോ നമ്മെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. ഈശോയാണ് എല്ലാവർക്കും ഉള്ള അനുഗ്രഹം. ഈശോയുടെ ഹൃദയം, ഈശോയുടെ ഹൃദയത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പദ്ധതികളായി മാറുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത്. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദൂരങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി, ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി, കുടുംബജീവിതത്തിൻ്റെ കടുത്ത പ്രതിസന്ധികളിലൂടെ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തരത്തിൽ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സമർപ്പിക്കാം. വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സെമിനാരികളിൽ ആയിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെ, കോൺവെൻറ്റുകളിലായിരിക്കുന്ന, ഫോർമേഷനിലായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകം പ്രേക്ഷിതരുണ്ടാകാൻ, സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഒക്കെ ധാരാളം ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരുടെയും രക്ഷ അത് നമ്മുടെ പദ്ധതിയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, 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 ഈശോയേ,
സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.